യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ മറ്റൊരു ശുശ്രൂഷയുമായി വീണ്ടും വരുവാൻ ദൈവസ്ഥനിൽ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ അത് ഒന്ന് ശരിയായ നിലയിൽ ഒരു വ്യാഖ്യാന പഠനം ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് വേദവിദ്യാർത്ഥികളുടെ ഇടയിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തുള്ള ഒരു വചനഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. റോമാലേഖനം 5-ാം അധ്യായം 6, 7, 8 അധ്യായങ്ങൾ വിഷയസംബന്ധിയായി പരസ്പര പൂരകമാണ്. 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വിശ്വാസി, 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി ക്രിസ്തുവിനോട് ഏകീഭവിച്ച് ഏക ശരീരസ്ഥരായ വിശ്വാസികളെയും, 7-ാം അധ്യായത്തിൽ നീതീകരിക്കപ്പെട്ടവരെങ്കിലും കർത്താവിനോടുകൂടെ ഒരു ശരീരമായി മാറ്റപ്പെട്ടവരാണെങ്കിലും പാപത്തിന്റെ സ്വാധീനമുള്ള ഈ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ വളരെയധികം ബന്ധപ്പെടുന്ന ഒരു വിശ്വാസി 8-ാം അധ്യായത്തിൽ സമ്പൂർണമായി ജയാളിയായി നിൽക്കുന്ന വിശ്വാസിയുമാണ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. അത് 8-ാം അധ്യായത്തിൽ പലവിധ കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം താന് ഈ വിഷയം ഇങ്ങോട്ട് വിവരിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപിപ്പിക്കുന്നു. ഈ വേദഭാഗത്ത് അതിപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം സകലവും നാം ആഗ്രഹിക്കുന്നത് പോലെ കൂടി വ്യാപരിക്കുന്നവനാകുന്നു എന്ന് ഇവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷകരമായ നിലയിൽ പര്യവസാനിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നും ഇവിടെ പറയുന്നില്ല. മറിച്ച് ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഈ ലോകത്തില് സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും പരിസമാപ്തി സന്തോഷകരമായ കാര്യങ്ങളല്ല. വിശ്വാസികളെ സംബന്ധിച്ചും അവ തികച്ചും സന്തോഷകരം എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന പോലെയോ താല്പര്യപ്പെടുന്ന പോലെയോ അല്ലെങ്കിൽ സകലത്തിന്റെയും പരിസമാപ്തി തികച്ചും സന്തോഷകരമായ നിലയിലോ ആയിരിക്കണം എന്ന് ഈ വാക്യത്തെ അർത്ഥമില്ല. ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് പാപത്താൽ താഴ്ച ഭവിച്ച ഒരു ലോകത്തിലാണ്. സ്വർഗത്തിൽ മാത്രമാണ് നാം പ്രതീക്ഷിക്കുന്ന പൂർണ്ണത നമുക്ക് പ്രാപിക്കുവാനും പൂർണ്ണതയെ അവകാശപ്പെടുവാനും നമുക്ക് സാധിക്കുക. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു, പരിപൂർണത എന്ന് പറയുന്നത് സ്വർഗത്തിൽ മാത്രമേ നമുക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ ഒരിക്കലും അതാ നിലയിൽ നമുക്ക് കാണുവാനോ ചിന്തിക്കുവാനോ സാധിക്കുകയില്ല. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ശരിയായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ വാക്യഭാഗത്തെ 7 തുല്യ വിഭാഗങ്ങളായി ഓരോരോ ഫ്രേസുകളായി അതിനെ വിഭജിച്ച് പഠിച്ചാൽ മാത്രമേ അതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണയായി നമ്മള് പല വേദഭാഗങ്ങളും എടുത്ത് മിസ്കോട്ട് ചെയ്യാറുണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തരായി പാർക്കുന്നു. അപ്പൊ പല ആളുകളും സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിശ്വസ്തത ഇന്നും പുലർത്തുവാൻ എനിക്ക് കഴിഞ്ഞ വർഷം സാധിച്ചില്ല,
എങ്കിലും ഞാൻ പല വിഷയങ്ങളിലും അവിശ്വസ്തനായിരുന്നു, എങ്കിലും ദൈവം വിശ്വസ്തനായി എന്റെ ജീവിതത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയല്ല വാക്യം, അത് മിസ്കോട്ട് ചെയ്യുകയാണ്. നാം അവിശ്വസ്തരായിരുന്നാൽ, അതായത് നാം പ്രമാണിക്കാൻ ദൈവം തന്നിരിക്കുന്ന ദൈവകൽപ്പനകളെയും ദൈവവചനത്തെയും പാലിക്കുന്നതിൽ നാം അവിശ്വസ്തരായിരുന്നാൽ നമ്മുടെ അവിശ്വസ്തതയ്ക്ക് തക്കവണ്ണം പ്രതിഫലം തരേണ്ടതിന് അവിടുന്ന് വിശ്വസ്തനായി ജീവിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നോക്കിയ അർത്ഥത്തിൽ വന്ന വ്യത്യാസം. നമ്മൾ ചിന്തിച്ച് നമ്മൾ അവിശ്വസ്തരായി പോയാലും ദൈവം വിശ്വസ്തനായി നമ്മളെ കരുതിക്കൊള്ളുന്നതാണ്. അങ്ങനെയല്ല, നാം അവിശ്വസ്തരായാൽ നമ്മുടെ അവിശ്വസ്തയ്ക്ക് തക്കവണ്ണം പ്രതിഫലം നൽകേണ്ടതിന് കർത്താവ് വിശ്വസ്തനായി ജീവിക്കുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് ഈ വാക്യാംശത്തിന്റെ അർത്ഥം. അതായത് നാം ആഗ്രഹിക്കുന്ന പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നല്ല, നാം ആഗ്രഹിക്കുന്ന പരിസമാപ്തി നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണ്ടതിന് സ്വർഗീയമായിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ വേദാംശത്തെ നമുക്കൊന്ന് വിഭജിക്കാം. ഇതിന്റെ ഓരോ ഫ്രേസസും, അതായത് ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ചെയ്താണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം പൗലോസ് പറയാണ് നാം അറിയുന്നു. അവിടെ പറയാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു എന്ന് നാം അറിയുന്നു. വി നോ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ക്രിയാത്മകമായ ചിന്താതലത്തിലല്ല. ക്രിയാത്മകമായ ചിന്താതലത്തിലോ നാം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ചിന്തയിലോ അതുപോലെ സ്വാഭാവികമായ നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിലോ അടിസ്ഥാനമല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിലും പരിശുദ്ധനായ ദൈവത്തിനുമാണ്, പിതാവായ ദൈവത്തിനുമാണ്. ആ സ്ഥലത്തിന്റെ ദൈവിക വചനത്തിൽ, ദൈവിക സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. വചനത്തിലാണ് നമ്മുടെ പ്രത്യാശ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേവലം നമുക്ക് സ്പെക്കുലേഷൻസ് അല്ല, നിഗമനങ്ങളല്ല, സെർട്ടനിറ്റി ആണുള്ളത്. That certainty is based on the truth that God is in complete control of this universe. ദൈവം സകലത്തെയും തന്റെ സർവാധികാരികതയിൽ അല്ലെങ്കിൽ സർവാധികാരികമായ അധികാരത്തിൽ സമ്പൂർണമായി നിയന്ത്രിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൈവം സർവാധികാരിയായി സകലത്തെയും നിയന്ത്രിക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്നേഹനിധിയായ ദൈവമാണെന്നും അവിടുത്തെ സ്നേഹമാണ് അവൻ നമ്മുടെ മേൽ ചൊരിയുന്നത് എന്ന് നാം അറിയുന്നു. അപ്പൊ പൗലോസ് പറയാ വി നോ, നാം അറിയുന്നു. എന്തറിയുന്നു? that we know that God is in total control of this universe. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുകയാണ്. അവനാണ് ഇതിന്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാവി പ്രത്യാശ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ എവിടെയല്ല, നമ്മുടെ ക്രിയാത്മകമായ ചിന്താതലത്തിലോ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ചിന്തയുടെ മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്കുള്ള ശുഭാപ്തി വിശ്വാസമോ അല്ല, മറിച്ച് സകലത്തെയും തന്റെ സർവശക്തിയുടെ വചനത്താൽ നിയന്ത്രിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ആ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ. അവൻ തന്നെ നമ്മുടെ പ്രത്യാശ. രണ്ടാമത്തെ ഭാഗം ഇവിടെ പറയുന്നു ഗോഡ് കോസസ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഗോഡ് കോസസ്. ദൈവമാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മയോ തിന്മയോ അതിന്റെ എല്ലാം കാരണക്കാരൻ ദൈവമാണ്. അവന് കാരണം വെച്ചാൽ there is a grand designer behind everything your life. അതായത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സകലത്തിന്റെയും പിറകിൽ അവയെ കൃത്യമായി ക്രമീകരണം ചെയ്യുന്ന, അവയെ കൃത്യമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഗ്രാൻഡ് ഡിസൈനർ ഉണ്ട്. ഗ്രാൻഡ് ഡിസൈനർ ഈസ് ബിഹൈൻഡ് എവറിഥിങ്. സകലത്തിന്റെയും പിറകിൽ വളരെ വളരെ സുപ്രധാനമായ നിലയിൽ അവയെല്ലാം ഭാവന ചെയ്ത, രൂപകൽപ്പന ചെയ്ത ഒരു ദൈവമുണ്ട് എന്ന് വളരെ വ്യക്തമായി ദൈവവചനം പറയും. മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും റാൻഡം ചാൻസ് അല്ല, അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ഒന്നല്ല. പല ആളുകളും ചിന്തിക്കാറുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, പക്ഷെ അപ്രതീക്ഷിതമായി ഇത് സംഭവിച്ചു. നോ, നത്തിങ് ഹാപ്പൻസ് ആസ് സച്ച്. അപ്രതീക്ഷിതമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ അറിവോടുകൂടെ, ദൈവത്തിന്റെ അനുവാദത്തോടുകൂടെ ഒന്നും സംഭവിക്കുന്നതാണ്. ഭക്തനായ യോബിന്റെ വസ്തുവകൾ നഷ്ടപ്പെടുവാൻ അവസരമുണ്ടായത്, അവന്റെ 10 മക്കളും മരിച്ചു പോകുവാൻ ഇടയായി തീർന്നത്, അവന്റെ ആരോഗ്യത്തിന്റെ സകല വശങ്ങളും പരുക്കളാൽ ബാധിതമായി നശിച്ചു പോയത്,
സ്നേഹനിധിയായ അവന്റെ ഭാര്യ അവനെ തള്ളിപ്പറഞ്ഞതും മുൻകാലങ്ങളിൽ അവൻ സഹായിച്ചിട്ടുള്ള വിധവമാരും അനാഥരും അവന്റെ വീട്ടുവാതിൽക്കൽ കാവൽക്കാരായ ആളുകളും അവന്റെ വയലിൽ ജോലി ചെയ്ത അവന്റെ ആടുമാളുകളെ തിരികൊണ്ടിരുന്ന ആട്ടിടയന്മാരും ശുശ്രൂഷകന്മാരും എല്ലാവരും അവനെതിരായതും എല്ലാവരും അവരെ തള്ളിപ്പറഞ്ഞതും ഇതെല്ലാം ഈ ഗ്രാൻഡ് ഡിസൈന്റെ പിറകിൽ ഉള്ളതായിരുന്നു. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചൂടിലേക്ക് എറിഞ്ഞതും ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടുകളഞ്ഞതും യോസേഫിനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞതും ദൈവത്തിന്റെ ഡിസൈന്റെ പിറകിൽ വ്യാപരിച്ച കൃപയാണ്. അപ്പൊ ഇതെല്ലാം ദൈവം അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. നത്തിങ് ഹാപ്പൻ ബൈ ആക്സിഡന്റ് ഇൻ ദ ലൈഫ് ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കുന്നില്ല. ആകസ്മികമായി നമ്മുടെ ആളുകൾക്ക് സംഭവിക്കുന്ന മരണവും അതുപോലെ അപ്രതീക്ഷിതമായി നാം കൊടുക്കപ്പെടുന്ന രോഗബാധകളും അനാവശ്യമായി നാം ഏറ്റുവാങ്ങുന്ന വിമർശനങ്ങളും അയോഗ്യമായി മറ്റുള്ള ആളുകൾ നമ്മെ ട്രീറ്റ് ചെയ്യുന്നതും എല്ലാം ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയുടെ പിറകിൽ വ്യാപരിക്കുന്ന കാര്യപരിപാടികളാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് റാൻഡം ചാൻസ്. അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്നതല്ല. ഇതിനെ വിധി എന്ന് പറയാൻ കഴിയില്ല. ചില ആളുകൾ സ്വയം ക്ഷമിക്കാറുണ്ട്. ഓ വാട്ട് ഷാൽ ഐ ഡു, ദിസ് ഈസ് മൈ ഫെയ്ത്ത്. എന്ത് ചെയ്യാൻ സാധിക്കും, ഇതെന്റെ വിധിയാണ്. ദർ ഈസ് നത്തിങ് ലൈക്ക് ഫെയ്ത്ത് ഇൻ ദ ലൈഫ് ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് വിധി എന്നൊന്നുമില്ല. വിധിയെ മാറ്റിയെടുത്താൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഒരു ദൈവവേദനയെ കുറിച്ച് വായിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ വിധിയെ മാറ്റി എഴുതിയ ഒരു മനുഷ്യൻ, യഹൂദാ ഗോത്രത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. പ്രാർത്ഥനയിൽ കൂടെ തന്റെ വിധിയെ മാറ്റി. സോ ദർ ഇസ് നത്തിങ് ആസ് ഫേറ്റ് ഇൻ അവർ ലൈഫ്. പിന്നെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ പറയാൻ ഒക്കുകയില്ല. ഒരേ നിലയിൽ മുമ്പോട്ട് പോകുന്ന രണ്ടാളുകൾക്ക് ഒരാൾക്ക് നിർഭാഗ്യതയും വേറൊരാൾക്ക് ഭാഗ്യവും എന്ന് ഭവിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ലക്ക്, എന്റെ അൺലക്ക് എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, എവറിഥിങ് ഈസ് കോസ്ഡ് ബൈ ഗോഡ്. സകലത്തിന്റെയും കാരണഭൂതൻ അവൻ തന്നെയാണ്. കൊലോസ്യരുടെ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ സകലത്തിനും കാരണഭൂതനും സകലത്തിന്റെയും ആരംഭമാകുന്നു എന്ന് പറയും. അതിന്റെ 2ാമത്തെ ഫ്രേസ് ഞാൻ പറഞ്ഞു, ഗോഡ് കോസസ് എവറിഥിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ നന്മയോ തിന്മയോ എന്തുമാകട്ടെ അതെല്ലാം മുഖാന്തരമാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. മൂന്നാമത് പറയുന്നത് സകലവും, എവരിതിങ്. 3ാമത്തെ ഫ്രേസ് ആണ് സകലവും. ഏതെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. അതായത് ഗോഡ്സ് പ്ലാൻ ഫോർ യുവർ ലൈഫ് ഇൻവോൾവ്സ് എവരിതിങ്. അതായത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്നും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഏതൊക്കെയാണ്? അതിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന തെറ്റുകൾ, വാക്കിനാലോ പ്രവൃത്തിയാലോ ചിന്തയിലോ നിരൂപണങ്ങളിലോ ഒക്കെ വന്നു ഭവിക്കുന്ന തെറ്റുകൾ, നമ്മുടെ വിവിധങ്ങളായ പാപ സ്വഭാവങ്ങളും പാപപ്രവൃത്തികളും. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നാം പാപം ചെയ്തു പോകുന്നവരാണ്. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പാടിയത്, കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ എന്ന്. അപ്പൊ നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും പാപപ്രവൃത്തിയിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ നന്മ മാത്രം ചെയ്തുകൊണ്ട് നീതിമാനായിരിക്കുന്ന, ഒരു പാപവും ചെയ്യാത്ത ഒരു പരിശുദ്ധനും ഈ ഭൂമിയിലില്ല. താഴ്ചയുള്ള ശരീരത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുണ്ട്. മൂന്നാമത് നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾ. അതായത് നമ്മുടെ ജീവിതത്തിലെ കുറവുകള്, നമ്മുടെ പാപങ്ങള്, നമ്മുടെ ജീവിതത്തിലെ വേദനകള്, നമുക്ക് വന്നു ഭവിക്കുന്ന രോഗങ്ങള്, കടബാധ്യതകള്, അതുപോലെ ജീവിതത്തിലെ അതിഭയാനകമായിരിക്കുന്ന അപകട സന്ധികള്, ചില ആളുകൾ, നിഷ്കളങ്കരായ ചില ആളുകളുടെ വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്ന ഡൈവോഴ്സ്. അത് ദൈവം അറിഞ്ഞില്ലേ എങ്കിൽ പിന്നെ why did God unite me with that boy or girl? എന്തുകൊണ്ട് ദൈവം ഇത് അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്തു? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഈവൻ ദ ഡെത്ത് ഓഫ് അവർ ലവ്ഡ് വൺസ്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അകാല ചരമങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, രോഗം, ദുഃഖം, കടബാധ്യതകൾ, ആകസ്മികമായ അപകടങ്ങൾ, വിവാഹമോചനങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അകാല മരണങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, വേദനകൾ, നാം ചെയ്യുന്ന ചെറുതോ വലുതുമായ തെറ്റുകൾ, നമ്മുടെ പാപപ്രവൃത്തികൾ, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. സകലവും എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപിപ്പിക്കുന്നു. സമയത്തെല്ലാം ലഭ്യത കുറവ് മൂലം എല്ലാം വിവരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ദാവീദിന്റെ ജീവിതത്തിലെ മിസ്റ്റേക്സ് അത് ദൈവം നന്നായി അറിഞ്ഞിരുന്നു. അവന്റെ ജീവിതത്തിലെ പാപം, ബത്ശേബയുമായിട്ടുള്ള അവന്റെ അവിഹിത ബന്ധം, അത് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അത് നിമിത്തം അവന്റെ കണ്ണിനും മൂക്കിനും ചെവിക്കും നാക്കിനും ത്വക്കിനും കാലുകൾക്കും കൈകൾക്കും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന വേദന അത് ദൈവം നന്നായി മനസ്സിലാക്കിയിരുന്നു. അവന്റെ ബത്ശേബയിൽ അവനുണ്ടായ മകന് ഉണ്ടായ രോഗാതുരത അത് ദൈവം നന്നായി അറിഞ്ഞിരുന്നു.
അതുപോലെ തന്നെ ദാവീദ് കൊട്ടാരം വിട്ട് ഓടിപ്പോകുവാൻ ഇടയായി തീർന്നത്, അവന്റെ ജീവിതത്തിൽ ഒന്നൊന്നായി അവൻ കൊയ്യേണ്ടി വന്ന അനിഷ്ട സംഭവങ്ങൾ, അകാല മരണങ്ങൾ, അവന്റെ മകന്റെ അബ്ശാലോമിന്റെ അകാല മരണം, അവന്റെ മകൾ താമാറിനെ അമ്നോൻ വഷളാക്കിയ സംഭവം, ഇതെല്ലാം ഇതിന്റെ അകത്തുള്ളതാണ്. ഗോഡ് കോസസ് എവരിതിങ് ഫോർ ദ ഗുഡ് ഓഫ് ഹിസ് പീപ്പിൾ. സകലവും ദൈവം നന്മയ്ക്കായിട്ട് കൂടിവേർപ്പിക്കുന്നതാണ്. ഈ സകലം എന്ന് പറഞ്ഞാൽ എല്ലാം അതിനകത്ത് വരുന്നു. നെഗറ്റീവ്സ് ഒന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഫ്രേസ് പറയുന്നത്, ഇപ്പൊ ദൈവം നാം അറിയുന്നു, ദൈവമാണ് സകലത്തിന്റെയും കാരണബോധൻ, നമ്മിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അതിൽ നമ്മുടെ നന്മയും തിന്മയുമായ വശങ്ങൾ വരുന്നു. 4, ഗോഡ് വർക്ക് ഇറ്റ് ടുഗദർ. ദൈവം അവയെ എന്ത് ചെയ്യുന്നു? ഒന്നിച്ചു കൂട്ടി പ്രവർത്തിക്കുക. നോട്ട് ഇൻഡിപെൻഡന്റ്ലി. ദൈവത്തിന്റെ പദ്ധതിയില് ഗോഡ് വർക്ക്സ് ഓൾ ടുഗദർ ഇൻ യുവർ ലൈഫ്. അതായത് ദൈവത്തിന്റെ പ്ലാനിൽ ദൈവം എല്ലാം സകലവും കൂടെ കൂട്ടിച്ചേർത്താണ് ഒരു പ്രവർത്തന പദ്ധതി ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഐസൊലേറ്റഡ് ആക്ട്സ്. അവയൊന്നും വളരെ വ്യത്യസ്തമായിരുന്ന വേർപെട്ട ജീവിതാനുഭവങ്ങളല്ല. അത് മനസ്സിലാക്കണം. ഈച്ച് ഓഫ് ദീസ് ഇൻസിഡൻസ് ആർ ഇന്റർഡിപെൻഡന്റ്. ഇവയിൽ ഓരോ സംഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്നു. അതായത് നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ, മുറിവുകൾ, വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, കടബാധ്യതകൾ, വിവാഹമോചനങ്ങൾ, അതുമാതിരിയുള്ള പ്രയാസങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അകാല ചരമങ്ങൾ, ഒട്ടു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ. ഈച്ച് ഓഫ് ദീസ് ആർ ഇന്റർറിലേറ്റഡ് ഇൻ ഗോഡ്സ് പ്ലാൻ. ഇവയെല്ലാം ദൈവിക പദ്ധതിയിൽ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകൾക്കും ഇഷ്ടമുള്ള സാധനമാണ് കേക്ക്. സ്വാഭാവികമായി എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്, ഞാൻ കഴിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. സോ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ്. എന്നാൽ കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? അതിന് നമുക്ക് മൈദ വേണം, ഉപ്പ് വേണം, അതുപോലെ പച്ചമുട്ട വേണം, പഞ്ചസാര വേണം, എണ്ണയോ നെയ്യോ വേണം. അപ്പം നമ്മള് മൈദ, അതുപോലെ തന്നെ പച്ചമുട്ട, ഉപ്പ്, പഞ്ചസാര, എണ്ണ അല്ലെങ്കിൽ നെയ്യ്, അതിനോട് ബന്ധപ്പെട്ട മറ്റു പല സാധനങ്ങളും ഇതെല്ലാം വേണം. ഇവയിൽ ഓരോന്നോരോന്നായി നാം ആസ്വദിച്ചാൽ ചിലത് നമുക്ക് കമർപ്പിന്റെ രുചിയും വേറെ ചിലത് കയ്പിന്റെ രുചിയും ആയിട്ടുള്ള അനിഷ്ടമായ രുചി പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ അവയെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു ബേക്ക് ചെയ്ത് കേക്ക് എടുക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഗോഡ് ബ്രിങ്സ് ടേസ്റ്റ് ഔട്ട് ഓഫ് ദിസ് ടേസ്റ്റ്. അതായത് ദൈവം രുചിയെ അരുചിയിൽ നിന്ന് ഉളവാക്കിയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ ഉത്പാദിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അപ്രിയമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഗോഡ് പുട്ട് ഇറ്റ് ടുഗദർ ആൻഡ് ബ്ലെൻഡ് ഇറ്റ് ടുഗദർ ഫോർ അവർ ഗുഡ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ കൂടി വ്യാപിപ്പിക്കുന്നു. ഇനി അടുത്തത് 5ാമത്തെ ഫ്രേസാണ്, ഫോർ ദ ഗുഡ്. എന്താണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം? അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവരെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ സകലവും നന്മയ്ക്കായി കൂട്ടി വരുത്തി ദൈവം ചെയ്തതിന്റെ ഉദ്ദേശം ഇതിനാണ്. ഫോർ ദ ഗുഡ്, നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. അതായത് ഈ വാക്യം വായിച്ചാൽ എവരിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ് ഈസ് ഗുഡ് എന്ന് പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതാണ് എന്ന് ഈ വാക്യം പറയുന്നില്ല. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. എന്ത് സംഭവിച്ചാലും അതെല്ലാം നല്ലതാണ് അങ്ങനെ പറയണ്ട. അങ്ങനെയല്ല പറയുന്നത്. അവിടെ മച്ച് ഓഫ് വാട്ട് ഹാപ്പൻസ് ഇൻ അവർ വേൾഡ് ആർ ഈവിൾ ആൻഡ് ബാഡ്. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും തിന്മയും മോശപ്പെട്ടതുമാണ്. എവറിഥിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ലൈഫ് ഓഫ് ബിലീവർ ഈസ് നോട്ട് ഗുഡ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്ന എല്ലാം നല്ലതല്ല. But this word says that all this happens in our life is for our good. അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയാണെന്നല്ലേ പറഞ്ഞത്? സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. ഇപ്പൊ ദൈവം ചെയ്യുന്നു, God specializes in bringing good out of bad. ദൈവം തിന്മയിൽ നിന്ന് നന്മയെ രൂപപ്പെടുത്തുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ തിന്മയായി ഭവിക്കുന്നതിനെ നന്മയായി ദൈവം രൂപാന്തരപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗിക വംശാവലി പരിശോധിച്ചാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 4 സ്ത്രീകളല്ല 5 സ്ത്രീകളെ വംശാവലി പരിശുദ്ധാത്മാവ് വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ യഥാക്രമം താമാർ, റാഹാബ്, ബെഥേസ്ത, ബെർസേബ, റൂത്ത്, മറിയ എന്നിവരാണ്. ഇതിലെ മറിയ ഒഴികെയുള്ള 4 സ്ത്രീകളുടെയും ജീവിത പശ്ചാത്തലം പരിശോധിച്ചാൽ താമാറ് സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കപ്പെട്ട മരുമകളാണ്. ഭാര്യ അമ്മായിയപ്പനെ ചതിച്ചവളാണ്. വാസ്തവത്തില് അമ്മായിയപ്പന് 7 വർഷം വരുത്തിയ മരുമകളാണ്. അതുപോലെ തന്നെ
രാഹാബ് ഒരു പരസ്യയായ വേശ്യ സ്ത്രീയായിരുന്നു. അപ്പൊ താമാറും രാഹാബും വേശ്യമാരാണ്. രൂത്ത് ഒരു ജാതീയ സ്ത്രീയാണ്, യഹൂദനെ വിവാഹം കഴിച്ച ജാതീയ സ്ത്രീയാണ്. ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറയുന്ന ശക്തമായ വിലക്കിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒതുക്കി കഴിയേണ്ട, ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാകാരത്തിൽ പോലും ഒരിക്കലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു ജാതീയ സ്ത്രീ, മോവാബ് സ്ത്രീയാണ്. അതുപോലെ തന്നെ ബത്ശേബ എന്ന് പറയുന്നത് ഊരിയാവിന്റെ ഭാര്യയും ദാവീദിനാൽ വഷളാക്കപ്പെട്ടവളുമാണ്. അത് മുഖാന്തരമായി അവളുടെ ഭർത്താവ് കൊല്ലപ്പെടുവാൻ പോലും കാരണമായി തീർന്ന സ്ത്രീയാണ്. പിന്നെ ഉള്ളത് യേശുവിന്റെ അമ്മയായ മറിയ. അവള് വിശുദ്ധിയായിരുന്നെങ്കിലും അവൾക്ക് ഒരു യാഗത്തിന് ആട്ടിൻകുട്ടി അർപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ദരിദ്രയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വേശ്യമാരായിരുന്ന റാഹാബും താമാറും ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറയുന്ന ശക്തമായ വിലക്കിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയേണ്ടി വന്ന മോവാബ് സ്ത്രീയായ രൂത്തും, അതുപോലെ ദാവീദിനാൽ വഷളാക്കപ്പെട്ട ബേത്ശെബയും, ഊരിയാവിന്റെ മരണത്തിന് കാരണമായി തീർന്ന ബേത്ശെബയും, ദരിദ്രയായ മറിയയും, ഇവരെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ കൊണ്ട് കർത്താവ് നട്ടിട്ട് അവരുടെ കുലദോഷമെല്ലാം ക്രിസ്തുവിന്റെ വംശാവലി വന്നപ്പോൾ ദൈവം മാറ്റി. ഗോഡ് സ്പെഷ്യലൈസസ് ഇൻ ബ്രിങ്ങിങ് ഗുഡ് ഔട്ട് ഓഫ് ബാഡ് എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് നന്മയെ വിളിച്ചു വരുത്തുവാൻ ദൈവം പലപ്പോഴും പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ ഇത് ഇവരുടെ ആരുടെയും ജീവിതത്തില് വളരെ സ്റ്റെർലിംഗ് ആയിട്ടുള്ള റെപ്യൂട്ടേഷൻസ് ഒന്നുമില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നാം ദൈവം ചെയ്യുന്നു, ദൈവം ആ നന്മയ്ക്കായി ആ കാര്യങ്ങളെ കൂടി വ്യാപരിപ്പിച്ചു എന്ന് വായിക്കുന്നു. അപ്പം ആ ലൈനയിൽ കൂടിയാണ്, അതായത് താമാറിന്റെയും റാഹാബിന്റെയും രൂത്തിന്റെയും ബേത്ശേബയുടെയും ലൈനയിൽ കൂടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകരക്ഷകനെ ലോകത്തിന് ദൈവം വിളിച്ചു കൊണ്ടിരുന്നത്. ഇനി ആറാമത്തെ ഫ്രേസ് ഞാൻ പറയാം. ആദ്യം ഞാൻ പറഞ്ഞു, വി നോ ദാറ്റ് ഗോഡ് കോസസ് എവരിതിങ് ടു വർക്ക് ടുഗദർ ഫോർ ദ ഗുഡ്. ഓരോ ഭാഗങ്ങളായി ഈ വാക്യത്തെ പഠിക്കുമ്പോൾ ശരിയായി അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഓഫ് ദോസ് ഹു ലവ് ഗോഡ് ആൻഡ് ആർ കോൾഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ എന്ന് പറഞ്ഞാൽ റോമർ 8-ാം അധ്യായത്തിന്റെ 28-29 വാക്കിൽ പറയപ്പെടുന്ന പ്രോമിസ്, അത് ഇറ്റ്സ് ഓൺലി റിലേറ്റഡ് ടു ദ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമാണ് ആ വാഗ്ദത്തം ബാധകമായി വരുന്നത്. അവിശ്വാസികൾക്ക് അങ്ങനെയില്ല. എന്നാൽ all things work for bad for those living in opposition to God who insist on having their own way. സ്വന്തം വഴികളിൽ ഊന്നിക്കൊണ്ട് ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാം തിന്മയ്ക്കായി പലപ്പോഴും വ്യാപരിക്കാറുണ്ട്. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് പറയുകയാണ്, all things works for the good of his people, for all those who love God and are called. ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലർക്കും അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഇനിയും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ ഭാഗം, അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്, തന്റെ നിർണയപ്രകാരം. എന്തായിരുന്നു ദൈവത്തിന്റെ നിർണയം? നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ നിർണയം. വാട്ട് ഈസ് ദാറ്റ് പർപ്പസ്? എന്താണ് ദൈവത്തിന്റെ ആലോചന? എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ഇറ്റ് ഈസ് ദാറ്റ് വി ബിക്കം ലൈക്ക് ഹിസ് സൺ. ഞാനും നിങ്ങളും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ തന്റെ ഏകജാതനായ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക പ്രവൃത്തി എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു? ദൈവം നമ്മിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളെയും തന്റെ മഹത്വത്തിനായി അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. Everything God loves to happen in your life is permitted for that purpose. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ആപത്തോ വാളോ വിവാഹമോചന കേസുകളോ അനിഷ്ട സംഭവങ്ങളോ സാമ്പത്തിക ദാരിദ്ര്യമോ ജീവിതത്തിലെ ജയാപജയങ്ങളോ ഹൃദയത്തിന്റെ വേദനകളോ കഷ്ടനഷ്ടങ്ങളോ എല്ലാം എന്ത് ചെയ്യുന്നു? God makes it happen to your life. That is because he has permitted it for his better purpose. തന്റെ വലിയ ഉദ്ദേശത്തിനായി ദൈവം ആ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. ഞാനും നിങ്ങളും ഒരു തട്ടാന്റെ കയ്യിലെ ഒരു നല്ല ആഭരണം പോലെയാണ്. തട്ടാൻ എന്താണ് ചെയ്യുന്നത്? തട്ടാനെ ഉമിത്തിയിൽ ഒരു സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ തൈയിടുന്നു. അത് അവിടെ വെച്ച് ഊതി കഴിച്ച് അതിലെ കീടങ്ങളെ നീക്കുന്നു. തന്റെ കയ്യിലുള്ള ചെറിയ ചുറ്റിയ കൊണ്ട് അതിന്റെ വക്കും കോണും ഒക്കെ തല്ലി അതിനെ തനിക്ക് ഇഷ്ടമുള്ള നിലയിൽ ഒരു ഷേപ്പ് വരുത്തുന്നു. അപ്പൊ ഗോഡ് പാഷൻസ് അവർ ലൈഫ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. അതായത് ദൈവം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുന്നത് തന്റെ ഇഷ്ടപ്രകാരമാണ്, അല്ല നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. കർത്താവ് എന്നെ ഇങ്ങനെ തല്ലാവേ എന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. എങ്ങനെ തല്ലണം എന്ന്
നമ്മുടെ കർത്താവിനറിയാം അവനാണ് നമ്മുടെ സൂപ്പർ താട്ടാൻ. അത് അവനെ അറിയത്തുള്ളൂ. നമ്മുടെ ജീവിതമാകുന്ന നാമാകുന്ന ഈ ജീവിതം ഏത് നിലയിൽ ദൈവത്തിന് പ്രശംസനീയമായ ഒരാഭരണമായി മാറണം എന്ന് നമ്മെ മോൾഡ് ചെയ്യുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ചില സമയത്ത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തുവാൻ തന്റെ കയ്യിലുള്ള ചെറിയ ചുറ്റി കൊണ്ട് ചെറിയ തട്ടും മുട്ടുമൊക്കെ അവിടെ എവിടെയായി നൽകും. അങ്ങനെ അവിടെ എവിടെയായി നൽകുമ്പോൾ നമുക്ക് അല്പം വേദനയൊക്കെ ഉണ്ടാവും. എന്നാൽ അങ്ങനെ ചെറിയ തട്ടും മുട്ടുമൊക്കെ ദൈവം നൽകി നമ്മെ ഫാക്ഷൻ ചെയ്യുമ്പോൾ ആ ചെറിയ തട്ടിലും മുട്ടിലും യജമാനന്റെ മനസ്സിലുള്ള രൂപഭാവത്തിലേക്ക് നാം വരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ കൂടപ്രയോഗം ഉപയോഗിക്കും. കൂടം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ചില സമയത്ത് ശക്തിയേറിയ പ്രഹരം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്രതീക്ഷിതമായ സമയത്തും സ്ഥാനത്തും ശക്തമായ പ്രഹരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം തകർന്നു പോവുകയാണ്. നാം നമ്മുടെ സ്വയത്തിന് തകരുമ്പോൾ നാം ക്രിസ്തുവിന് പ്രയോജനമുള്ളവരായി കർത്താവിന്റെ ദൈവത്തിന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ഇനി അതും കഴിയുന്നില്ല. നോക്കി, ചെറിയ ചുറ്റിയുടെ പ്രയോഗം കൊണ്ട് ശരിയായ നിലയിൽ ഫാഷണബിൾ ആകുന്നില്ല, കൂടപ്രയോഗം ചെയ്ത് പ്രഹരങ്ങൾ ഏൽപ്പിച്ചിട്ടും നന്നാകുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം തമ്പുരാൻ ജാക്യാമ്പറും ഉപയോഗിച്ചു എന്ന് പറയാം. അതെന്നറിയാവോ? കീറാത്ത സ്വയം, ഒതുങ്ങാത്ത അഹങ്കാരം, സമർപ്പിക്കപ്പെടാത്ത നിഗളം, ഉപേക്ഷിക്കപ്പെടാത്ത പാപങ്ങൾ, ഇവയൊക്കെ നമ്മിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് തന്റെ ഏകജാതനായ പുത്രന്റെ വിശിഷ്ടമായ സ്വഭാവത്തോട് അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുന്ന ദൈവിക പ്രക്രിയയാണ്. Every problem is a character building opportunity, and the more difficult it is the greater the potential for building our spiritual character. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ കെട്ടിമണിയുവാൻ ദൈവം ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മസിലും ഫൈബറുമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അറിയാമോ, അത് വരുമ്പോഴാണ് പൗലോസ് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ വാസ്തവത്തില് പത്രോസും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെ അഗ്നിശോധനയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് അപൂർവകാലത്തേക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയായി നിങ്ങളിതിനെ കണക്കാക്കി. അറിയാം, ദൈവം നമ്മെ പൊന്നിനെ ഉരുക്കി അതിലെ കീടങ്ങളെ നീക്കി അത്യന്തം അതിനെ ശോഭയുള്ളതാക്കി മൂല്യമുള്ളതാക്കി മാറ്റുന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെയും ബലഹീനതകളെയും അകറ്റി ദൈവത്തിന് മൂല്യമുള്ള ആഭരണങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയിട്ട് ക്രിസ്തു അനുരൂപികളാക്കി നമ്മെ വാർത്തെടുക്കുന്ന ദൈവിക പ്രക്രിയയുടെ പ്രോസസ്സാണ് നമ്മുടെ ജീവിതത്തിലെ കർഷകരും പരിശോധനകളും. ഒരിക്കലൊരു തട്ടാൻ, അതായത് വെള്ളി ആഭരണങ്ങളുടെ ആ വെള്ളി ഉരുക്കിക്കൊണ്ട് തട്ടാനോട് ഒരാൾ ചോദ്യം ചോദിച്ചു, മിസ്റ്റർ, ഈ വെള്ളി അതിന്റെ സമ്പൂർണമായ കീടങ്ങൾ നീങ്ങി അത് ശുദ്ധി ചെയ്യപ്പെട്ടു എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും? അദ്ദേഹം വളരെ സിമ്പിളായ ഒരു മറുപടി പറഞ്ഞു. എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത്, ഇതിലെ കീടങ്ങളെല്ലാം നീങ്ങി ഇത് സമ്പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്റെ മുഖം അതിൽ റിഫ്ലക്ട് ചെയ്യും. അതായത് ഞാൻ ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകവസ്തുവിന്മേൽ എന്റെ മുഖം പ്രതിബിംബിക്കുന്നത് കാണുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി പ്യൂരിഫൈഡ്. അത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കി. അത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിവിധങ്ങളായ പരിശോധനകളും പരീക്ഷണങ്ങളും മുഖാന്തരമായി നമ്മുടെ ജീവിതത്തെ ദൈവം സ്ഫുടം ചെയ്ത് ഒടുവിലായി നാം സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അതേഴ്സ് ക്യാൻ സീ ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്. അതായത് ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായി എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവിക പരിശോധനയുടെ മൂശയാണ് വാസ്തവത്തിൽ ക്രിസ്തു ജീവിതത്തിലെ പരീക്ഷകളും പരിശോധനകളും. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായം 28-29 വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ധാരാളം വിശ്വാസമുണ്ട്. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഈ വാക്യാംശം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരമാണെന്ന് പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം സന്തോഷകരമാണെന്ന് ഈ വാക്യം പറയുന്നില്ല. എന്നാൽ ഈ വാക്യം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവം നന്മയ്ക്കായി, നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവിക നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ്. ഒരു കാര്യം കൊണ്ട് ദൃഷ്ടാന്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വേദഭാഗം അവസാനിപ്പിക്കാം. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് അബ്രഹാമിന്റെ പ്രായത്തിന്റെ 1/2 ഭാഗം ആയപ്പോഴേക്കും അവന്റെ കണ്ണിന്റെ കാഴ്ചകൾ കണ്ടും വാങ്ങി എന്നും വായിക്കും. അബ്രഹാമിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നില്ല. ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ച ശേഷവും സാറായുടെ നിര്യാണത്തിന് ശേഷവും
അദ്ദേഹം വീണ്ടും വിവാഹിതനാകുകയും മക്കളെ ജനിപ്പിക്കുകയോ ചെയ്തു. ആ കാലമൊക്കെ അദ്ദേഹത്തിന് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഇസ്ഹാക്കിന് അബ്രഹാമിന്റെ പ്രായത്തിന്റെ 2/3 പ്രായമായപ്പോഴേക്കും അവന്റെ കണ്ണുകളുടെ ശോഭ മങ്ങിപ്പോയി. ഒരു പക്ഷെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പ്രഥമത ഞാൻ നിങ്ങൾ ചിന്തിക്കാറില്ല. ഞാൻ ആ വേദഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയ പ്രകാശം ഇങ്ങനെയാണ്: ഇസ്ഹാക്കിന്റെ കണ്ണിന്റെ കാഴ്ച അകാലത്തിൽ തന്നെ മങ്ങിയില്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഈ യാക്കോബിനെ അനുഗ്രഹിക്കില്ലായിരുന്നു. ആദ്യജാതനായ ഏശാവിനെ അവൻ അനുഗ്രഹിക്കുകയുള്ളായിരുന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ. തന്റെ ആദ്യജാതനായ ഏശാവിനെ അനുഗ്രഹിക്കുകയും യാക്കോബിനെ അവൻ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ ഏശാവല്ല യാക്കോബാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. തക്ക സമയത്ത് ആ കാര്യം സാധിക്കേണ്ടതിന് യാക്കോബിന്റെ ഉപായ മാർഗേണ ആണെങ്കിലും അത് അല്പം തൊട്ടു മുമ്പേ അവൻ പിടിച്ചു പറിച്ചാണെങ്കിലും അകാലത്തിൽ ഇസ്ഹാക്കിന്റെ കണ്ണിന്റെ കാഴ്ചയെ ദൈവം മങ്ങിപ്പിരിയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. വയസ്സെന്ന വൃദ്ധനായിരുന്ന യാക്കോബിന്റെ മുമ്പാകെ മിസ്രയീമിലെ യോസേഫ് മനുഷ്യ എഫ്രായിമിനെയും കൊണ്ട് തന്റെ മുമ്പാകെ നിർത്തി അവന്റെ കൈകളെ ക്രോസ് ചെയ്ത് അവ എഫ്രായിമിന്റെ പേരും മനുഷ്യയുടെ പേരുമായി ഇങ്ങനെ വയ്ക്കുമ്പോൾ യാക്കോബ്, കണ്ണ് കാണാത്ത യാക്കോബ് തന്റെ കൈകൾ തിരിച്ച്, അതായത് നേരെ കൊണ്ട് നിർത്തിയ കുഞ്ഞുങ്ങളുടെ കൈകൾ ക്രോസ് ചെയ്തിട്ട് നാം അവന്റെ എഫ്രായിമിനെ അനുഗ്രഹിക്കുന്നതായി നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഏത് കാര്യങ്ങളും അത് അകാലത്തിൽ സംഭവിക്കുന്നതും കാലത്തിൽ സംഭവിക്കുന്നതും എല്ലാം സന്തോഷകരമായ എൻഡിങ് ആയിരിക്കണം എന്നില്ല. There are so many things happening in this world around us which has no good ending. നന്നായി അവസാനിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സന്തോഷപ്രദമല്ല. എന്നാൽ ആത്യന്തികമായി ദൈവം ആ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റും. ജീവിതത്തിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി ദൈവം മാറ്റുന്നു. ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും നന്മയായി കർത്താവ് രൂപാന്തരപ്പെടുന്നു. ജീവിതത്തിലെ പരാജയങ്ങളെ വിജയങ്ങളാക്കി ദൈവം രൂപാന്തരപ്പെടുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളെ കർത്താവ് പദ്ധതിയാക്കി മാറ്റുന്നു. ഒരു ദേവദാസൻ പറഞ്ഞ പോലെ, ടേൺ യുവർ പ്രോബ്ലംസ് ഓഫ് ലൈഫ് ഇൻ ദി പ്രോജക്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി നിങ്ങൾ മാറ്റുക. ആൻഡ് ദ വേർസ്റ്റ് ഇൻ ദ ബെസ്റ്റ്. ജീവിതത്തിന്റെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും നന്മയായി നിങ്ങൾ രൂപാന്തരപ്പെടുത്തുക. അതുപോലെ ദ ഡിഫീറ്റ് ഇൻ ടു സക്സസ്. ജീവിതത്തിലെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുക. റോമാലേഖനം 8:28 പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുക തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ പൗലോസാണ് പിന്നീട് പറയുന്നത്, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന ഒരിക്കലും ആർക്കും ഒരു നാളും വേർപെടുത്താൻ കഴിയാറുണ്ട്. കർത്താവിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടും സ്വഭാവത്തോടും നാം ഇഴുകിച്ചേർന്ന് നാം ക്രിസ്തുവിൽ അമരുകയും അവൻ നമ്മളിലൂടെ പ്രകാശിക്കുകയും ലോകം നമ്മളുടെ ക്രിസ്തുവിനെ കാണുവാൻ അങ്ങനെ ഇടയായിത്തീരുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഈ ആലോചന നിങ്ങൾക്കേവർക്കും അനുഗ്രഹമാക്കി നന്മയാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭതയുള്ള ഒരു ദിവസം നേർന്നുകൊണ്ട് എന്റെ വാക്കിൽ വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറില്ല. എന്റെ കോൺടാക്ട് നമ്പർ 9995715708. I repeat, 9995715708. Thank you so much for listening to me this morning. May God bless you.